തിരുവനന്തപുരം ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമമാണ് പെരുമാതുറ. കിഴക്ക് കഠിനംകുളം കായലും വടക്ക് മുതലപ്പുഴയും പടിഞ്ഞാറ് അറബിക്കടലുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു പ്രദേശമാണിത്. 10 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഇവിടെ 15,000-ൽ പരം ജനങ്ങൾ പാർക്കുന്നു. മത്സ്യബന്ധനം ഇവിടുത്തെ പ്രധാന ജീവിതമാർഗമാണ്. വിവിധ തൊഴിൽ ചെയ്യുന്ന വ്യത്യസ്ത മതസമൂഹങ്ങൾ സൗഹാർദ്ദത്തോടെ ഇവിടെ ഒത്തൊരുമിച്ചു കഴിയുന്നത് കാണാം. ലോകമഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ നാടുവിടേണ്ടി വന്നത്. പോയ ആളുകൾ വടക്കേ ഇന്ത്യയിൽ പോയി, ആസാം കൂലിപ്പടയിൽ ചേർന്ന് പോയി, സിംഗപ്പൂർ പോയി, മലേഷ്യയിൽ പോയി, ശ്രീലങ്കയിൽ പോയി. ആള് നാട് വിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഒരു നേരത്തെ ആഹാരമാണ്. വെറും മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും മാത്രമേ ഉള്ളൂ. ഒരു നേരത്തെ ആഹാരമാണ്. ഈ ഗൾഫ് മേഖല തുറന്നു കിട്ടി. പോയത് ബോംബെയിൽ ചെന്ന് കള്ളവഞ്ചി കയറിപ്പോയി. ഗൾഫ് ആണ് പെരുമാതുറയുടെ വളർച്ചയുടെ ആധാരശില. അല്ലെങ്കിൽ പെരുമാതുറക്കാർ കടൽ താഴേണ്ടി വരും. ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കിയവരെല്ലാം തിരുവനന്തപുരത്ത് താമസമായി. അവരെല്ലാം കൂടെ കൂട്ടി എന്താ പണി? ഒരു കമ്മിറ്റി ഫോം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ള എല്ലാ പെരുമാതുറക്കാരുടെ വീട്ടിലും പോയി. പാവങ്ങളില്ല, പണക്കാരനെ നോക്കിയില്ല, പെരുമാതുറ എന്ന് പേര് കേട്ട് ആ വീട്ടിൽ ഞങ്ങൾ ചെല്ലും. എത്ര പേരുണ്ട് മെമ്പറായിട്ട് ചേർക്കും. നമുക്കൊരു സംഘടന ഉണ്ടാക്കണം. അങ്ങനെ സംഘടന ഉണ്ടാക്കിയ ഏറ്റവും പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഏറ്റവും ഭംഗിയായിട്ട് പോയ ഒരു സംഘടന. ഒരു എതിരുമില്ല, ഒരു എതിർപ്പുമില്ലാതെ ഭംഗിയായിട്ട് പോയ ഒരു സംഘടനയാണ് ഈ സ്നേഹതീരം. അതാണ് ഈ വളർച്ചയിൽ ഇപ്പോൾ എത്തിയത്. ഒരു റീബിൽഡ് കേരള എന്നുള്ള ഒരു ഐഡിയ ആണ് അന്നുണ്ടായിരുന്നപ്പോൾ. അതേപോലെ റീബിൽഡ് പെരുമാതുറ എന്നുള്ള ഒരു കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് ആവശ്യം. ഒരു പരിവർത്തനം തന്നെ അവിടെ ഉണ്ടാകേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എല്ലാത്തിനും വിദ്യാഭ്യാസമാണ്. ആണുങ്ങളായാലും ശരി, സ്ത്രീജനങ്ങളായാലും ശരി, സ്ത്രീകളിലും ശരിക്കുണ്ടായാൽ അവരുടെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യണം, സ്ത്രീകളെ നമ്മൾ എംപവർ ചെയ്യണം. എന്നാലേ ആ സ്ഥലം നന്നാവുള്ളൂ. ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടായാൽ അപ്പോൾ ഗവൺമെൻറ്റും കൂടെ വരും, ടൂറിസം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു NGO വേണം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി വേണം, അല്ലെങ്കിൽ ഒരു ഏജൻസി വേണമല്ലോ. അപ്പോൾ അതിനാണ് ഈ സ്നേഹതീരം ഒന്നുണ്ടായതും. അവർ ഇത്രയും നാളും ഇപ്പോൾ 5 വർഷമാകാൻ പോകുന്നു. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. പ്രവർത്തിച്ച് അത് പ്രാവർത്തികമാക്കാനായിട്ട് ശരിക്കും ഒരു ടീം വർക്ക് തന്നെ വേണം. അത് പെരുമാതുറ ഉണ്ടാക്കി പെരുമാതുറയിൽ അതുണ്ടാക്കി എന്നുള്ളതാണ് സ്നേഹതീരത്തിൻ്റെ ഒരു വിശേഷമായിട്ട് ഞാൻ കാണുന്നത്. ഫസ്റ്റ് അവിടുത്തെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യണം. അതിനകത്ത് പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ നമ്മൾ തുടങ്ങണം.
നിർഭാഗ്യവശാൽ അവിടെ പെരുമാതുര ഒരു നല്ല സ്കൂൾ ഇപ്പോൾ ഇല്ല. പ്രൈമറി സ്കൂളോ അല്ലെങ്കിൽ മിഡിൽ സ്കൂളോ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിറങ്കീഴോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ വരുന്ന ഒരു സ്ഥിതിയിലാണ്. സ്ഥലം വികസിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണ്ടി വരും. അപ്പോൾ എല്ലാ വിധത്തിലും എഡ്യൂക്കേഷനിലെ ഒരു ഡെവലപ്മെൻറ്റ് ഇവർ ശ്രമിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. കിംസ് ഹെൽത്തിൻ്റെ ആഭിമുഖ്യത്തിലും ഞങ്ങളുടെ ഒരു ചാരിറ്റി എല്ലാം ആഭിമുഖ്യത്തിലും സ്കൂളിന് ഇൻഫ്രാസ്ട്രക്ചറായിട്ടും സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. മാടമ്പളയിൽ നമ്മൾ ആ സ്കൂള് കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് കൊടുത്തു. പെരുമാതുറയും കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി. പിന്നെ അവിടെ ഗേൾസിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ജമീല ടീച്ചറിൻ്റെയും അങ്ങനെയുള്ള അവരുടെ ലേഡീസിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ അവർ വളരെ ഏണസ്റ്റായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് അവിടുത്തെ ഗേൾസിൻ്റെ ഒരു നല്ല എംപവർമെൻറ്റ് വന്നിട്ടുണ്ട്. ഹൈജീനും ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് രണ്ട് കാര്യത്തിലും എൻ്റെ അഭിപ്രായത്തിൽ കോസ്റ്റൽ ഏരിയ എല്ലാം വളരെ പിറകിലാണ്. പക്ഷേ പെരുമാതുറയും അതേപോലെ വളരെ പിറകിലാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് നമുക്ക് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ തന്നെ ഒരുപാടുണ്ട്. പ്രൈമറി ഹെൽത്ത് കെയർ ചെയ്യാറുണ്ട്. പെരുമാതുറയുള്ള അവിടുത്തെ തന്നെ പോപ്പുലേഷനെ ബോധവാന്മാരാക്കണം. അപ്പോൾ എഡ്യൂക്കേഷൻ മാത്രമല്ല, നമുക്ക് പല അവയർനെസ് പ്രോഗ്രാം നടത്താം, ഹെൽത്ത് ക്യാമ്പ്സ് നടത്താം, മാസീവ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നടത്താം. ഡെഫിനറ്റായിട്ടൊരു ഹെൽത്ത് അവയർനെസ്സും പ്രിവെൻറ്റീവ് ഹെൽത്തും ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. പ്രിവെൻറ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ പരിപാടിക്ക് അവിടെ എന്തായാലും സ്ഥലമെല്ലാം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരു എക്സസൈസ് സ്കീം ആൻഡ് പിന്നെ അഡൾട്ട് ആയാലും ശരി വാക്സിനേഷൻ സ്കീം, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഈ വരുന്ന സമയങ്ങളിൽ ഞങ്ങളെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 15 വർഷമായിട്ട് സ്നേഹതീരത്തിൻ്റെ കൂടെ ഞങ്ങൾ വളരെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് കുറേ ഡെവലപ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും ഹെൽത്ത്, ഹൈജീൻ, പിന്നെ ടൂറിസം, ഫിഷിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇനിയും കുറേ ഡെവലപ്മെൻറ്റ് വരുത്താനുണ്ട്. അപ്പോൾ അതിന് ഒരു ജോയിൻറ്റ് ഫാഷനിൽ വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ പഞ്ചായത്തുമായിട്ട് ചേരണം. ഒരു ആകത്തുകയുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. അവിടെ ജോബ് കിട്ടുന്നവർ വെളിപ്പോയാലും കിട്ടിയാലും കുറച്ച് പെരുമാറിലേക്ക് ചിലവ് ചെയ്യും. നല്ല ബിൽഡിങ്സ് വരും. ആൻഡ് ടൂറിസം വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഡെവലപ്മെൻറ്റും വാട്ടർ സ്പോർട്സും എല്ലാം വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആകെയുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിദേശത്ത് പോയി സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം തന്നെ തിരിച്ച് പെരുമാതുര വന്ന് സെറ്റിൽ ചെയ്യുന്നതിന് പകരം പെരുമാതുരയ്ക്ക് പുറത്ത് തിരുവനന്തപുരത്തും കൊല്ലത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെരുമാതുര കിട്ടേണ്ട ഒരു അർഹമായ ഒരു പുരോഗതി ഈ സാമ്പത്തിക നേട്ടം കൊണ്ട് ആ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കി പെരുമാതുരയിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വന്ന് മറ്റ് സ്ഥലങ്ങളിൽ താമസമുറപ്പിച്ച് പെരുമാതുരക്കാരുടെ ഒരു കൂട്ടായ്മയാണ് പെരുമാതുര സ്നേഹതീരം. പെരുമാതുര എന്ന് പറയുന്ന തീരദേശ പ്രദേശമാണ്. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കടൽ തീരമാണ്. അതിനെ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലുമായി സംയോജിച്ച് ഒരു പൊഴി അവിടെയുണ്ട്. ആ പൊഴി വെച്ച് സംയോജിച്ച് മനോഹരമായ ഒരു പ്രദേശമാണ് പെരുമാതുര. പെരുമാതുരയെ ഒന്ന് റീബിൽഡ് ചെയ്യുക. പെരുമാതുര ഒരുപാട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ധാരാളം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. ആ സാധാരണക്കാരെ ഒന്ന് റീബിൽഡ് ചെയ്ത് ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒരു കൃത്യമായ ഇടപെടൽ നടത്തി അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് പെരുമാതുരയെ ഒന്ന് നന്നാക്കിയെടുക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് പെരുമാതുര സ്നേഹതീരം എന്ന് പറയുന്ന സാംസ്കാരിക സാമൂഹിക സേവന സംഘടന
ഉണ്ടായത്. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച പ്രധാനപ്പെട്ട വ്യക്തികളടങ്ങിയ 16 പേരുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ് ഈ സംഘടനയ്ക്ക് ആദ്യം മുതലേ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ കാലത്താണ് പെൺമ എന്ന് പറയുന്ന ഒരു വനിതാ വിഭാഗം ഈ പെരുമാതുറ സ്നേഹിതീരത്തിന് വേണ്ടി ഒരു സ്ത്രീ ശാക്തീകരണം മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയത്. കിംസ് ഹെൽത്തിൻ്റെ CSR പ്രോജക്റ്റായിട്ട് പെരുമാതുറ റീബിൽഡ് എന്ന് പറയുന്ന ഒരു സ്കീം തന്നെ ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കുകയും അതനുസരിച്ചുള്ള സഹായ സഹകരണത്തോടെ കിംസ് ഹെൽത്തിൻ്റെ സഹായ സഹകരണത്തോടുകൂടി വളരെ കാര്യമായ ഇടപെടലുകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, മറ്റ് പൊതു കാര്യങ്ങളിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പഠിച്ച് വിജയിച്ച് വരുന്നവർക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയുള്ള സംരംഭങ്ങളും ഒക്കെ തന്നെ കിംസും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുകയും അവരെ പ്രാപ്തരാക്കുകയും അങ്ങനെയുള്ള മേഖലകൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അവരവിടെ എംപ്ലോയിഡായി വരികയും ചെയ്യുന്നു. സ്നേഹതീരത്തിൻ്റെ ഇടപെടലോടുകൂടി ഒരു ടൂറിസം സെൻ്ററായി വളർത്തുക എന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ വെച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യ മേഖലയിലും മറ്റ് തൊഴിൽ മേഖലകളിലും മറ്റ് സാംസ്കാരിക മേഖല, കായിക വിനോദ മേഖലകളിലും ഒക്കെ തന്നെ, അതായത് കായികമായി കൂടി അവിടെ നിന്നുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള പരിശ്രമത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അവിടുന്ന് തന്നെ ഇപ്പോൾ കേരള ഫുട്ബോൾ ടീമിൽ അവിടുന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, സെലക്ഷൻ കിട്ടിയിട്ട് ആൾക്കാർ വന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ സ്നേഹതീരത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട്, പെരുമാതുറ സ്നേഹതീരത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എഡ്യൂക്കെയർ എന്ന ഒരു സെൻറ്റർ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിനുവേണ്ടി ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്ത് ട്രെയിനേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് അതൊരു ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പെരുമാതുറ സ്നേഹത്തിൻ്റെ ഭാവി നോക്കുകയാണെങ്കിൽ ഒരു വലിയ സാംസ്കാരിക സംഘടനയായി എല്ലാവരും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രയോജനകരമായ ഒരു സംഘടനയായി, പ്രത്യേകിച്ച് പെരുമാതുറയുള്ള എല്ലാവർക്കും, സാധാരണക്കാരായ ജനങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രയോജനകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ശുഭാപ്തി വിശ്വാസം ആണ് ഞങ്ങൾക്കുള്ളത്. ജന്മനാടിന് പുറത്ത് താമസിക്കുന്ന പെരുമാതുറക്കാരുടെ സംഘടനയാണ് പെരുമാതുറ സ്നേഹതീരം. 2010 ഈ സംഘടന രജിസ്റ്റർ ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരെ ജന്മനാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വികസന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. 2011 ഒരു ചാരിറ്റി കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റിയുടെ കീഴിൽ സംഘടിത സക്കാത്ത് ഫണ്ട് സമാഹരണം ആരംഭിച്ചു. അത് ഈ 2025 വരെ എല്ലാ വർഷവും മുടക്കം കൂടാതെ നടത്തുകയും ആ തുക ജന്മനാടിലെ പാവങ്ങൾക്ക്, രോഗികൾക്ക്, വിദ്യാഭ്യാസത്തിന്, ഭക്ഷണത്തിന്, തൊഴിലിന് വേണ്ടി, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ തുക അന്ന് മുതൽ ഇന്ന് വരെ നൽകി വരുന്നു. 2015 ശ്രീ EM നജീബ് പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി വന്ന മാനേജിംഗ് കമ്മിറ്റിയാണ് സ്വന്തമായ ഒരു ഓഫീസ് തലസ്ഥാന നഗരത്തിൽ ഉണ്ടാക്കണം എന്ന തീരുമാനമെടുക്കുകയും 2017 തന്നെ പാറ്റൂർ EMS നഗറിൽ ഒരു ഓഫീസ് സ്വന്തമായി ഉണ്ടാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് സ്നേഹതീരം പെരുമാതുറയിൽ നടത്തി വരുന്നത്. 2017 പെരുമാതുറ മേഖലയിൽ നിന്നും SSLCക്കും +2-വിനും ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്കും MBBS അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്കും അടക്കം 29ഓളം മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സ്കോളാർഷിക് അവാർഡ് നൽകുകയുണ്ടായി. ആ സ്കോളാർഷിക് അവാർഡ് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും ഞങ്ങൾ കൊടുത്തു വരുന്നു. അത് പെരുമാതുറയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയൊരു ഉണർവ് ഈ സ്കോളാർഷിക് അവാർഡിലൂടെ ഉണ്ടാക്കുവാനും സ്നേഹതീരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2019 കിംസ് ഹെൽത്തുമായി സഹകരിച്ച് പെരുമാതുറയിൽ സംഘടിപ്പിച്ച ആരോഗ്യ വിദ്യാഭ്യാസ മെഗാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ MI സഅദുള്ള റീബിൽഡ് പെരുമാതുറ എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. പെരുമാതുറയുടെ സമഗ്ര വികസനമാണ് റീബിൽഡ് പെരുമാതുറയിലൂടെ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ കിംസ് ഹെൽത്തിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചും കിംസ് ട്രസ്റ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും പെരുമാതുറയിൽ നടന്നു വരുന്നു. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാടമ്പുഴ SIUP സ്കൂൾ, പെരുമാതുറ LP സ്കൂൾ, ചേരമാന്തുരുത്ത് LP സ്കൂൾ, ഈ 3 സ്കൂളുകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി
കിംസ് ഹെൽത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കുക. 2020 കോവിഡ് മഹാമാരി കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ പെരുമാതുറയിലെ ജനങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടി. ലോക്ക്ഡൗണിൽ പണി പോലും ചെയ്യാൻ കഴിയാതെ ദരിദ്രർ അതിദരിദ്രരായി മാറി. ആ സമയത്ത് സഹായഹസ്തവുമായി മറ്റൊരു സംഘടനയ്ക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്നേഹിതത്തിന് ചെയ്യാൻ കഴിഞ്ഞു. ബോധവൽക്കരണ പരിപാടികളോടൊപ്പം 150ഓളം വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് ഓൺലൈനായി പഠിക്കുന്നതിന് TV, മൊബൈൽ, ഇലക്ട്രോണിക് ടാബ്ലറ്റ് എന്നിവ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 200ഓളം കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു. ഒരു സംഘടനയും കോവിഡ് കാലത്ത് അങ്ങനെ സാമ്പത്തിക സഹായം ചെയ്തതായി എൻ്റെ അറിവില്ല. പക്ഷേ സ്നേഹതീരം 200ഓളം കുടുംബങ്ങളിൽ സാമ്പത്തിക സഹായം എത്തിച്ചു. 1000ഓളം പേർക്ക് സൗജന്യമായി വാക്സിൻ കോവിഡ് പ്രതിരോധ വാക്സിൻ സൗജന്യമായി 1000ഓളം പേർക്ക് നൽകുകയുണ്ടായി. അങ്ങനെ കോവിഡ് രംഗത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച ഒരു സംഘടനയായി സ്നേഹതീരത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഈ 15 വർഷത്തെ പ്രവർത്തനത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. 2021 സ്നേഹതീരത്തിൻ്റെ 10ാം വാർഷികം ഒരു വർഷം നീണ്ടുവരുന്ന പരിപാടികളോടെ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. സുഹൃതം സുരഭിലം എന്ന പേരിൽ നടന്ന ആ പരിപാടിയിൽ 20ഓളം വിദ്യാർത്ഥികൾക്ക് 30,000 രൂപ വരെ സ്കോളർഷിപ്പ് നൽകി. അതുപോലെ തന്നെ 4 ദിവസം നീണ്ടുവന്ന കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ട്രെയിനിങ്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എന്നിവ 100ഓളം വിദ്യാർത്ഥികൾക്ക് നൽകി. അത് പെരുമാതുറയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4 ദിവസം നീണ്ടുവന്ന ഒരു പരിപാടി. ഇത്തരമൊരു പരിപാടി പുത്തൻ അനുഭവമായിരുന്നു. ഇനി എന്ത് പഠിക്കണം, എന്ത് ജോലി നേടണം എന്നൊരു ദിശാബോധം ഈ കുട്ടികളിൽ ഉണ്ടാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 2023 പെരുമാതുറ മേഖലയിലെ റംസാൻ മാസക്കാലത്ത് പെരുമാതുറ മേഖലയിലെ 3000 വീടുകളിൽ 12,000-ലധികം പേർക്ക് നോമ്പുതുറ വിഭവങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 2024 സൗജന്യ PSC കോച്ചിങ് സ്നേഹതീരം മുൻകൈയെടുത്ത് പെരുമാതുറയിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തുകയുണ്ടായി. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ LD ക്ലാർക്കിന് വേണ്ടി നല്ല പരിശീലനം നൽകാനും അവരെ പരീക്ഷയ്ക്ക് എത്തിക്കുവാനും സ്നേഹതീരത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായി കരുതുന്നു. 2025 ഞങ്ങളുടെ 15ാം വാർഷികമാണ്. ഈ വാർഷികത്തിൽ ഞങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് കൂടാതെ പാർപ്പിടം നൽകാനും തൊഴിൽ നൽകാനും സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. 3 പേർക്ക് വീട് വെച്ച് നൽകി, 2 പേർക്ക് തൊഴിലിന് വേണ്ടി ഓട്ടോറിക്ഷ വാങ്ങിച്ച് നൽകി. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഡിജിറ്റൽ സാക്ഷരത, പേപ്പർ ബാഗ് നിർമ്മാണം, സെൽഫ് ഡിഫൻസ് കോഴ്സ്, ഇതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ ഈ 15 വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു സാംസ്കാരിക സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക്, ഒരു പ്രദേശത്തിൻ്റെ പേരിൽ രൂപീകരിച്ചുള്ളൊരു സംഘടനയ്ക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമായി തന്നെ ഞാൻ കരുതുകയാണ്. പെരുമാതുറയുടെ സാമ്പത്തിക ഉന്നമനത്തിന് ടൂറിസം മേഖലയുടെ വികസനം അത്യന്താപേക്ഷിതമാണ്. പടിഞ്ഞാറ് അറേബ്യൻ കടലും കിഴക്ക് കണ്ണംകുളം കായലും തുരുത്തുകളുമൊക്കെയായി കിടക്കുന്ന അതിമനോഹരമായ പെരുമാതുറയിൽ ഒരു ടൂറിസം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ വലിയ വികസനം ആ നാടിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി പെരുമാതുറയുടെ സമഗ്ര വികസനത്തിനു വേണ്ടി സ്നേഹതീരം നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് അതിയായ സംതൃപ്തിയും സന്തോഷവുമുണ്ട്. ആ സംതൃപ്തിയും സന്തോഷത്തോടും കൂടി ഇനിയും മുന്നോട്ട് നീങ്ങാൻ കഴിയും എന്ന പ്രതിജ്ഞയാണ് ഈ 15ാം വാർഷിക ആഘോഷത്തിൽ ഞങ്ങൾ എടുക്കുന്നത്. പെരുമാതുറ സ്നേഹതീരത്തിൻ്റെ കഴിഞ്ഞ 15 കൊല്ലത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നത്, ഒന്ന്, പെരുമാതുറയുടെ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തി എന്നതാണ്.
അത് പെരുമാതുറ ഏത് രംഗത്തും എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാൻ, ആസൂത്രണം ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് രക്ഷകർത്താക്കളുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും ഒരു അവബോധമുണ്ടാക്കാൻ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു അവബോധമുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് തീർച്ചയായും പറയാൻ കഴിയും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വിഷമിക്കുന്നവർക്ക് മാസം തോറും പെൻഷൻ നൽകിയും വരുന്നു. 35 പേർക്ക് മാസം തോറും 1000 രൂപ വീതം ഞങ്ങൾ പെൻഷൻ നൽകി വരുന്നു. ഒരു ദിവസം ഈ പെൻഷൻ കിട്ടാതെ വരുമ്പോൾ തന്നെ അവരുടെ നിന്നും കിട്ടുന്ന കോളിൽ നിന്നും അവർ എത്രത്തോളം ഇതിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ഫണ്ടും ഞങ്ങളുടെ മെമ്പേഴ്സിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനിലൂടെയാണ് കണ്ടെത്തുന്നത്. സ്നേഹതീരം സംഘടനയുടെ ലേഡീസ് വിങ്ങാണ് പെൺമ. ഈ തീരദേശ ഗ്രാമത്തിലെ വിദ്യാഭ്യാസം കുറഞ്ഞതും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു അവയർനെസ് ഇല്ലാതെയുമുള്ള പെണ്ണുങ്ങൾക്ക്, വനിതകൾക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുകയും അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെയാണ് പെൺമയുടെ ലക്ഷ്യം. ഞങ്ങളൊരു ഡിജിറ്റൽ ലിറ്ററസി ക്ലാസ് ഇവിടെ നടത്തി. 10-65 പെണ്ണുങ്ങൾ ഇതിൽ പങ്കെടുത്തു. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ, അതായത് ബില്ലുകൾ അടയ്ക്കാനും അവരുടെ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, സൈബർ ക്രൈമിൻ്റെ ഒരു ബോധവൽക്കരണം അവർക്കുണ്ടാകുക, ചതിക്കുഴിയിൽ പോയി പെട്ടുപോകാതിരിക്കാനോ എങ്ങനെയൊക്കെ കരുതലെടുക്കാം അത് മനസ്സിലാക്കുക. അത് ഞങ്ങൾ ചെയ്തു. പിന്നെ ഇവിടെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിൻ്റെ ക്ലാസ് കൊടുത്തു, ഒരു ക്യാമ്പ് നടത്തി. പെണ്ണുങ്ങളെ അവിടെ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ ചെക്കപ്പ് നടത്തി. ഒരുപാട് പേർക്ക് അതിൻ്റെ പ്രാരംഭഘട്ടമാണെന്ന് കണ്ട് അവർക്കുള്ള ചികിത്സ കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് പല വിഷയവും പഠിക്കാൻ പറ്റാത്തത് അവർക്ക് സ്വയം വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തതുകൊണ്ടാണ്. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലെ ബുക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നാണ് ഈ സർവേയുടെ അനാലിസിസിൽ തെളിയിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് 5ലെ കുട്ടികളെ തന്നെ ടാർഗറ്റാക്കി മലയാളവും ഇംഗ്ലീഷും കഥകൾ രസകരമായിട്ട് അവതരിപ്പിച്ച് അവരെ അതിൽ താല്പര്യം ഉണ്ടാക്കി ആ കഥകൾ അവരെ മനസ്സിലാക്കിപ്പിച്ച് കൊടുത്ത് അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്ത് അവർക്ക് വായനയിൽ സ്വയം താല്പര്യം ഉണ്ടാവണം. അതാണ് ബേസിക്കായിട്ടുള്ള ലക്ഷ്യം ഞങ്ങളുടെ. ആഴ്ചയിൽ 3 ക്ലാസ് വീതം, ഓരോ മണിക്കൂർ നീളുന്ന 3 ക്ലാസ് വീതമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. അത് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിലെയും കഥകൾ. പ്രഥം ബുക്സാണ് അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. റെഡ് റെയിൻകോട്ട്, ഇത് റാണിയുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസം. അതായത് ഒരു ദിവസം ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ഇംഗ്ലീഷ് കഥ പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് അത് പിന്നെ മനസ്സിലായോ എന്ന് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് അത് ഉൾക്കൊള്ളാൻ അവരെ സഹായിക്കുക, അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൽ കൂടെ അവർക്ക് ആ കഥയിൽ താല്പര്യം ഉണ്ടാകുക. അതാണ് ബൈലിംഗ്വൽ റീഡിംഗ് പ്രോജക്റ്റ്. 2 ഭാഷയും ഒരുപോലെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട് വരിക, കുട്ടികളെ ആത്മവിശ്വാസം ഉണ്ടാക്കുക, കുട്ടികളുടെ പിന്നെ സ്വയം ശാക്തീകരിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. 7 വർഷത്തോളമായി പെരുമാതുറയുടെ വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 600ഓളം കുട്ടികൾ ഗുണഭോക്താക്കളാണ്. 2018 മുതൽ 2023 വരെ 400ഓളം കുട്ടികളും അതിനുശേഷം നിലവിൽ 200ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പെരുമാതുറ എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമം ഒരു മോഡൽ കമ്മ്യൂണിറ്റിയായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ലൊരു മാർഗം വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തന്നെയാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ തീരെ എൻഗേജിങ് അല്ലാതിരിക്കുകയും അതേസമയം നാട്ടിലെ ലൈവ്ലിഹുഡ്, അവരുടെ ഫിനാൻഷ്യൽ ആസ്പിറേഷൻസ്, റോൾ മോഡൽസ് എന്നിവ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ സാധാരണ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് ഇവരുടെയും യഥാർത്ഥ പ്രശ്നങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചത്. ഇതിനുവേണ്ടി റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, എക്സ്പോഷർ വിസിറ്റുകൾ, നിരന്തരമായിട്ടുള്ള അക്കാഡമിക് സപ്പോർട്ടീവ് ക്ലാസ്സസുകൾ, സൈക്കോളജിക്കൽ സപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് കുട്ടികളെ അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും പഠനത്തോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുക എന്നുള്ളതുമാണ് നമ്മൾ ചെയ്തു വന്നിരുന്നത്. അതുപോലെ തന്നെ അവരുടെ മുമ്പോട്ടുള്ള പഠനത്തിന് പൂർണ്ണമായ സപ്പോർട്ടുകൾ നൽകുകയും ഇവൻ റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇവൻ നീറ്റ് കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, നഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്റ്റുഡൻസാണ്. അതിനാൽ തന്നെ ഇവരുടെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് കേവലം
അവരുടെ ജീവിതത്തിൽ മാത്രമല്ല അവരുടെ കുടുംബത്തിലും സമൂഹത്തിലേക്കുമുള്ള മാറ്റമായിട്ട് നമ്മൾ കരുതുന്നത്? ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളിലും ഞാൻ വീണുപോകുന്ന പറ്റിയ സാഹചര്യങ്ങളിലും കൂടെ നിന്ന് ഒരു താങ്ങായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ നിലവിലും എൻ്റെ കൂടെ ഉള്ള ഒരു പദ്ധതിയാണ് എഡ്യൂകെയർ എന്ന് പറയുന്നത്. അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ബാക്കിയുള്ള മെമ്പേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഞാൻ നിലവിൽ ഈ ഒരു നിലയിൽ എത്താൻ പോലും കാരണം എഡ്യൂകെയർ തന്നെയാണ്. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും കെട്ടിച്ച് വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ജീവിക്കേണ്ടി വരുമായിരുന്ന ഞാനിപ്പോൾ ഡിഗ്രി ചെയ്യുന്നതിലും അതും സോഷ്യൽ വർക്കിൽ ഡിഗ്രി ചെയ്യുന്നതിൽ കാരണം എഡ്യൂകെയർ തന്നെയാണ്. പെരുമാതുറ എന്ന് പറയുന്ന ഒരു തീരദേശ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എഡ്യൂകെയർ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് എഡ്യൂകെയറിന്ന് കിട്ടിയ സപ്പോർട്ടും മോട്ടിവേഷൻസും ഭയങ്കര ഉപകാരപ്പെടുന്നതാണ്. അവിടുത്തെ ഫാക്കൽറ്റീസ്, അവരുടെ ട്രെയിനിങ്സ്, അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇൻസ്പിറേഷൻസ് ആയിട്ട് നിലകൊള്ളുന്ന സംഗതികളാണ്. എഡ്യൂകെയർ പദ്ധതിയുടെ 2019 SSLC ബാച്ച് ആയിരുന്നു. എനിക്ക് 10ാം ക്ലാസ് ആയിരുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് ലഭിച്ച ക്യാമ്പുകളും അധ്യാപകരുടെ സപ്പോർട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കത് കാരണം ഒരുപാട് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. എഡ്യൂകെയർ ഇന്നും എൻ്റെ കൂടെ ഇപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട്. അത് കാരണം എനിക്ക് എൻ്റെ TTC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിലവിൽ ഞാൻ എഡ്യൂകെയറിൻ്റെ LPയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. അത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ഈ പെരുമാതുറ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതേ മോഡൽ നമുക്ക് ഉപയോഗിച്ചിട്ട് കോസ്റ്റൽ വില്ലേജ് മുഴുവനും നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മളെ മാത്രം പോയാൽ പോരാ, അവിടുത്തെ കമ്മ്യൂണിറ്റിയും കൂടെ ഒരു പ്രചോദനം ഉണ്ടായിട്ട് നമ്മളോട് ജോയിൻ ചെയ്യണം. അത് നമ്മൾ വലിയ ബില്ലിംഗ് അല്ലാത്ത ഒരാളുടെ അടുത്ത് പോയി ചെയ്തു കഴിഞ്ഞാൽ എത്രയെല്ലാം ചെയ്താലും ഇഫക്റ്റ് ആകും. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു പ്രചോദനമാണ് ഞാൻ ഈ സ്നേഹതീരമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്കറിയാം കൂടുതൽ ആളുകളും വെളിയിലെല്ലാം താമസിക്കുന്നവരാണ്. പക്ഷേ അവിടുത്തെ ആളുകളെയും കൂടെ ചേർത്തിട്ട് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്താണ് ഞാൻ എപ്പോഴും നോക്കുക. അപ്പോൾ ആ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് ആ കമ്മ്യൂണിറ്റീസും നമ്മളും എല്ലാം കൂടെ ചേർന്ന് ഒരു മോഡൽ ഉണ്ടാക്കി പെരുമാതുറ ഒരു ഐഡിയൽ സെറ്റപ്പാണ്. കാര്യം വെച്ചാൽ അഴിയുണ്ട്, ഇവിടെ നിന്ന് ഒരു ഒറ്റ റോഡേ ഉള്ളൂ, ഇപ്പുറത്ത് കായൽ. അപ്പോൾ ആ ബ്യൂട്ടിഫുൾ പ്ലേസ് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു മോഡൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിലെ കോസ്റ്റൽ ഡെവലപ്മെൻറ്റിന് ഇത് തന്നെ ഒരു മോഡലാകും.